സുമതി വളവ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് നിർമ്മാതാവ് മുരളി കുന്നുംപുറം ഉന്നയിച്ച ആരോപണങ്ങൾ തള്ളി തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ള രംഗത്ത് വന്നു. സിനിമ നിർമ്മിച്ചതിലൂടെ 7 കോടി രൂപ ബാധ്യതയുണ്ടായെന്നും സിനിമയിൽ അറിവില്ലാത്തവർ സംവിധായകരെന്ന് പറഞ്ഞ് പറ്റിച്ചെന്നുമുള്ള ഗുരുതര ആരോപണങ്ങളാണ് മുരളി കുന്നുംപുറം ഉയർത്തിയത്. നദികളിൽ സുന്ദരി യമുന എന്ന സിനിമയിലെ സംവിധായകർക്കെതിരെയും ആരോപണങ്ങളുണ്ടായി. ജീവിതം വഴിമുട്ടിയ കാര്യം പറഞ്ഞ് പൊട്ടിക്കരഞ്ഞാണ് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം വീഡിയോ പങ്കുവച്ചത്. എന്നാൽ ഇപ്പോൾ ഉയർന്ന വിവാദങ്ങൾക്ക് പിന്നിൽ നടൻ ഉണ്ണി മുകുന്ദൻ ആണെന്നാണ് സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ ആരോപണം. മുട്ടനാടുകൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ ചോര കുടിക്കുന്ന ചെന്നായായി ഉണ്ണി മുകുന്ദൻ മാറരുത് എന്നും അഭിലാഷ് പിള്ള പറഞ്ഞു. സുമതി വളവ് സിനിമയെക്കുറിച്ചുള്ള ആരോപണങ്ങൾക്ക് പിന്നിലെ വാസ്തവം എന്താണ്? ആരോപണങ്ങളെല്ലാം തള്ളിയും നടൻ ഉണ്ണി മുകുന്ദനെ അടക്കം പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുമായിരുന്നു വിവാദത്തിൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ പ്രതികരിച്ചത്. വിവാദങ്ങൾ ഒരു PR വർക്കിന്റെ ഭാഗമാണ് എന്നവർ പറഞ്ഞു. ഇതിൽ ഉണ്ണി മുകുന്ദന്റെ പങ്കുണ്ട് എന്നും അവർ സംശയിച്ചു. മുട്ടനാടുകൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ ചോര കുടിക്കുന്ന ചെന്നായ ആകരുത് ഉണ്ണി മുകുന്ദനെന്നും അഭിലാഷ് പിള്ള വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മാളികപ്പുറത്തിന്റെയും മാർക്കോടിയും ഇടയിൽ ഉണ്ണിയുടെ ഇറങ്ങിയ സിനിമകളുണ്ട്, നഷ്ടം വന്ന സിനിമകളുണ്ട്. അതിന്റെ പ്രൊഡ്യൂസേഴ്സ് ഇവിടെയുണ്ട്. അവരുടെ വീട്ടിൽ ചെല്ലണം ഉണ്ണി, അവർക്കും ഡേറ്റ് കൊടുക്കണം. ഇത് കൃത്യമായ PR ആണെന്ന് അറിഞ്ഞ മൊമെന്റ് മുതൽ മനസ്സിൽ നിന്നൊരു സുഹൃത്തിനെ എടുത്ത് കളഞ്ഞത്, സീരിയസ് എടുത്ത് കളഞ്ഞത്. കാരണം അങ്ങനെ വെച്ച് അറിയാൻ പ്രതീക്ഷയില്ലായിരുന്നു. ഇപ്പം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇത് കൃത്യമായ PR-ന്റെ വർക്കാണ്. കൃത്യമായ ഓർഗനൈസേഷന്റെ പുറത്താണ് കഴിഞ്ഞ 2 ദിവസം നടന്ന അറ്റാക്ക്. സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറിപ്പോയ ഒരു വീഡിയോനെ തിരിച്ചു കൊണ്ടുവന്ന് ഇത്രയും വലിയ ന്യൂസാക്കി ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന, അല്ലെങ്കിൽ ഞങ്ങളെ സംശയത്തിന്റെ നെല്ലിലേക്ക് നിർത്തുന്ന ഒരു വിഷയത്തിലേക്ക് കൊണ്ടുവന്നതിന്റെ പിന്നിലെ കൃത്യമായ മാസ്റ്റർ പ്ലാൻ പുറത്തു വരും. ഉറപ്പുള്ള കാര്യമാണ്. മറ്റേ മുട്ടനാടുകൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ ഇടയിൽ വന്ന് ചോര കുടിക്കുന്ന ചെന്നായ്ക്കളുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് അത് റിയാലിറ്റിയിലുണ്ട്. സിനിമയുടെ ചെലവ് പബ്ലിക് ഓഡിറ്റിന് വിധേയമാക്കാൻ തയ്യാറാണെന്നും അഭിലാഷ് പിള്ള ഇന്ന് പറഞ്ഞു. 7 കോടി രൂപ പറ്റിച്ചു എന്ന മുരളി കുന്നുംപുറത്തിന്റെ ആരോപണം പിൻവലിക്കണമെന്നും 15-20 കോടി ബജറ്റ് ആകുമെന്നും മുന്നേ പറഞ്ഞിരുന്നതാണെന്നും അഭിലാഷ് പിള്ള കൂട്ടിച്ചേർത്തു. ഈ സിനിമയുടെ ടോട്ടൽ ഇൻകം, അതായത് ബിസിനസ്, ഞാൻ കളക്ഷൻ അല്ല പറയുന്നത്, പ്രൊഡ്യൂസർ ഷെയറും ബാക്കി ബിസിനസ് എല്ലാം കഴിഞ്ഞ് ഇൻകം 15 കോടി രൂപയാണ് അദ്ദേഹം കാണിച്ചിരുന്നത്. 15 കോടി കളക്ഷൻ വന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട്. പ്ലസ് അദ്ദേഹം അതിനോട് ആഡ് ചെയ്തത് കുറച്ച് പോയിന്റുകളുണ്ട്. അദ്ദേഹത്തിന്റെ കുറെ ഇൻട്രസ്റ്റ് കണക്കുകൾ, അദ്ദേഹത്തിന്റെ പേഴ്സണൽ ചെലവുകൾ, അദ്ദേഹം ആരുടെയൊക്കെ അടുത്തൊന്ന് പൈസ വാങ്ങിച്ചതിന്റെ എക്സ്പെൻസുകളൊക്കെ അദ്ദേഹം ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂട്ടി 22 കോടി എന്ന് പറയുന്നു. ഞാൻ പറയുന്നത് ഓപ്പണായിട്ട് ഞാൻ പറയുന്നത്, ഇതൊരു പബ്ലിക് ഓഡിറ്റിങ്ങിന് വിധേയമായിരിക്കും. ഈ സിനിമയ്ക്ക് ചെലവായ പൈസ ഒരു പബ്ലിക് ഓഡിറ്റിങ്ങിന് വിധേയമായിരിക്കും. ഞങ്ങൾ റെഡിയാണ്. ഇന്ന് അദ്ദേഹം ഒരു അലിഗേഷൻ പറയുകയാണ്, ഞാനും വിഷ്ണുവും 7 കോടി രൂപയോളം അദ്ദേഹത്തെ പറ്റിച്ചു, ഞങ്ങൾ കള്ളനാണ്. ആ സ്റ്റേറ്റ്മെന്റ് ആണ് പുള്ളി പിൻവലിക്കേണ്ടത്. സംവിധായകൻ വിഷ്ണു ശശിശങ്കരനും തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ളയ്ക്കുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കഴിഞ്ഞ ദിവസമാണ് നിർമ്മാതാവ് മുരളി കുന്നുംപുറത്ത് രംഗത്ത് വന്നത്. സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇരുവരും കടക്കെണിയിലാക്കിയെന്നും വിഷ്ണുവിന് സംവിധാനം അറിയില്ല എന്നറിഞ്ഞത് സിനിമയ്ക്കായി പണം നിക്ഷേപിച്ചതിന് ശേഷമാണെന്നുമായിരുന്നു മുരളിയുടെ ആരോപണം. ആ പ്രതികരണത്തിലേക്ക്. 6,67,00,000 രൂപ സിനിമയുടെ നഷ്ടം. ഇത് അഭിലാഷ് ഒപ്പിട്ടിട്ടുണ്ട്, വിഷ്ണു ഒപ്പിട്ടിട്ടുണ്ട്, പ്രൊഫസർ ഗിരീശൻ ഒപ്പിട്ടിട്ടുണ്ട്. ഇതാണ് സിനിമയുടെ നഷ്ടം. ഇത്രയും സിനിമക്ക് നഷ്ടമാണ്. സിനിമേൻ്റെ ബിസിനസ് 15,79,00,000 സിനിമക്ക് ബിസിനസ് ആയിട്ടുണ്ട്. പക്ഷെ ബഡ്ജറ്റ് കൂടിപ്പോയി. സുമതി വളവ് അഭിലാഷ് നല്ല റേറ്റല്ല. സുമതി വളവ് സിനിമയിൽ അഭിലാഷ് ഫുൾ സ്ക്രിപ്റ്റ് ആയിട്ടല്ല. ഞാൻ അവരെ ബ്ലൈൻഡായിട്ട് വിശ്വസിച്ചു. വിഷ്ണുവിന് ഡയറക്ഷൻ അറിയില്ല. അത് മാളികപ്പുറം ഡയറക്ടർ ഉണ്ണി മുകുന്ദനാണ്. അത് പിന്നെയാണ് അറിയുന്നത്. മിക്സിങ്ങിൽ പോയിരുന്ന ഉണ്ണി മുകുന്ദനാണ്, അതിൽ മ്യൂസിക്കിൽ പോയിരുന്നത് ഉണ്ണി മുകുന്ദനാണ്. അതൊക്കെ പിന്നെയാണ് അറിയുന്നത്. പക്ഷേ ഞാൻ ഞെട്ടിപ്പോയി. പക്ഷേ ഇവർക്ക് ഡയറക്ഷൻ അറിയില്ല എന്ന് ഞാൻ ഈ സിനിമ ലാസ്റ്റാകുമ്പോൾ അറിയുന്നത്. പക്ഷേ അഭിലാഷിന് അറിയായിരുന്നു, വിഷ്ണു ഡയറക്ഷൻ അറിയില്ലായിരുന്നു. പക്ഷെ എന്നോട് മറച്ചു വെച്ചു. എന്താ പക്ഷേ സംഗതി, അതായത് ഇത് ഈ മുരളി കുന്നുംപുറം ആ വീഡിയോ കണ്ടപ്പോൾ വലിയ സങ്കടം തോന്നി. കാരണം കരയാണല്ലോ. പക്ഷെ ഇപ്പോൾ ഈ പറയുന്ന കേട്ടില്ല. അതായത് ഒരാളൊരു പണി ഏൽപ്പിക്കുമ്പോൾ അയാൾക്ക് പണി അറിയില്ലായിരുന്നു എന്ന് മൂപ്പര് 7 കോടി ഉറുപ്പ്യോ 15 രൂപ കോടിക്കണക്കിന് ഉറുപ്പ്യ ഇട്ടതിന് ശേഷമാണ് ഇയാൾക്ക് പറയുന്ന പണി അറിയില്ല എന്ന് മൂപ്പര് അറിയുന്നത്. അത്ര അതല്ലേ? 2 കാര്യമേ ഉള്ളൂ. അദ്ദേഹത്തിന് പണി അറിയില്ല എന്ന് ഇപ്പോഴാണ് അദ്ദേഹം തിരിച്ചറിയുന്നതെങ്കിൽ ഇദ്ദേഹത്തിനും പണി അറിയില്ല. ഈ 2 കൂട്ടർക്കും ആ പണി അറിയാത്തത് കൊണ്ടാണല്ലോ ഇത് സംഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതാ 5,000 10,000 രൂപയല്ല, കോടിക്കണക്കിന് രൂപ മാത്രമല്ല. ഇപ്പൊ ഈ 15-20 കോടി രൂപ ചിലവാകും എന്ന് അങ്ങനെ ഒരു കണക്കെങ്ങനെയാണ് പറയാൻ കഴിയുക എന്നുള്ളതുകൊണ്ട് 5 കോടിയുടെ വ്യത്യാസം വന്നു കഴിഞ്ഞു. 15-20 കോടി ചിലവ് ആകും എന്ന് പറയുമ്പോൾ തന്നെ അതൊരു കൃത്യമായ കണക്കിലേക്കോ ഒരു സിനിമ എടുക്കുന്നതിന് മുമ്പ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഉത്തമമായ ബോധ്യം ആ നിർമ്മാതാവിന് ആദ്യം തന്നെ വേണം എന്നുള്ളതിൽ
കുന്നുംപുറവും പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പുറത്ത് ഇത് നടപ്പാക്കി കൊടുക്കുന്നതിൽ, പറഞ്ഞ വാക്ക് പാലിച്ച് കൃത്യമായി കാര്യങ്ങൾ നടപ്പാക്കി കൊടുക്കുന്നതിൽ സിനിമാ സംഘവും പരാജയപ്പെട്ടിട്ടുണ്ട്, ഈ അഭിലാഷ് പിള്ള അടക്കമുള്ള ആളുകളും എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ കാര്യത്തിൽ. പിന്നെ ഇതെല്ലാം PR ആണ് എന്ന് ഇവരെല്ലാവരും ആരോപിക്കുന്നുണ്ട്. PR കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചറിയുന്നവരാണ് ഇവരെല്ലാവരും എന്നുള്ളതാണ് പരിമിതമായ നമ്മുടെ നിരീക്ഷണത്തിൽ നിന്ന് നമ്മളും മനസ്സിലാക്കുന്നത്. കാരണം ഇവരെല്ലാം നന്നായി PR ചെയ്യുന്നവരാണ്. അതിപ്പോൾ ഈ ഏത് സംഘവും ആയിക്കോട്ടെ, ആ സംഘത്തിനെല്ലാം നന്നായി PR ചെയ്യാൻ കഴിവുള്ളവരാണ്. ഈ വിവാദം വന്നതിന് ശേഷവും നമ്മളെടുത്തൊന്ന് പരിശോധിച്ചാൽ സോഷ്യൽ മീഡിയയിൽ ആരൊക്കെ PR ചെയ്യുന്നുണ്ട്, അത് ഏത് അളവിൽ PR ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നന്നായി തിരിച്ചറിയാൻ കഴിയും. അതാണ് അവസ്ഥ. അത് എന്തുവാട്ടെ, അവരുടെ ജോലി അവർ ചെയ്യട്ടെ. പക്ഷേ ഈ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്ന വീഴ്ച എന്ന് പറയുന്നത് ഈ ഒരു സിനിമയുടെ കാര്യത്തിൽ മാത്രം എടുത്ത് നമ്മൾ സംസാരിച്ചു കൂടാന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മലയാള സിനിമ വലിയ വിജയവഴിയിലാണ് എന്നുള്ള പൊതുവായ ഒരു പ്രതീതി മൊത്തത്തിലുണ്ട്. ധാരാളം സിനിമകൾ വിജയം കൊണ്ടുവരുന്നുണ്ട്, വലിയ ബജറ്റിൽ സിനിമകൾ ചെയ്യാൻ ആളുകൾ തയ്യാറാവുന്നുണ്ട്, വലിയ വരുമാനം കിട്ടുന്നുണ്ട്. ശരിയാണ്, മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇന്നോളം ഇല്ലാത്ത വണ്ണമുള്ള വിജയങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അപ്പുറത്ത് പരാജയങ്ങളും സംഭവിക്കുന്നുണ്ട്, വലിയ പരാജയങ്ങൾ. വിജയങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് വരും, സിനിമയിൽ പണം മുടക്കാൻ താല്പര്യമുള്ള ആളുകൾ വരും. അത് സിനിമയുടെ ആ കലാസൃഷ്ടിയോടുള്ള താല്പര്യത്തിനപ്പുറത്ത് ഇതൊരു ഗാംബ്ലിംഗ് എന്ന മട്ടിൽ അതിൽ പണം മുടക്കാൻ താല്പര്യമുള്ള ആളുകൾ കൂടി വരും. വലിയ വരുമാനം തിരിച്ചെടുക്കാൻ പറ്റും എന്നുള്ള തോന്നൽ. ഇനി അതിനെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ചലച്ചിത്ര പ്രവർത്തകർ മറ്റുള്ളവരുണ്ടല്ലോ, സിനിമ എടുക്കാൻ നടക്കുന്ന ആളുകൾ, സംവിധായകരാവാൻ ആഗ്രഹിച്ച് നടക്കുന്ന ആളുകൾ, സംവിധായകരായിട്ടുള്ളവർ അടുത്ത സിനിമയ്ക്കായി ആലോചിക്കുന്ന ആളുകൾ, അതല്ലെങ്കിൽ തിരക്കഥാകൃത്തുക്കളാകാൻ ആഗ്രഹിക്കുന്നവരും ആയവരുമായ ആളുകൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കണമെങ്കിൽ അവർക്കും ഈ വിഷയം അവതരിപ്പിച്ച് ഈ ഒരു നിർമ്മാതാവിനെ കണ്ടെത്തിയേ മതിയാകൂ. പലപ്പോഴും വല്ലാതെ എക്സാജറേറ്റ് ചെയ്തായിരിക്കും പല വിഷയങ്ങളും ഇവർ അവതരിപ്പിക്കുക. ഈ സിനിമയുടെ സ്ക്രിപ്റ്റിനെ കൃത്യമായി മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള ഒരു ധാരണ ഇല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത് എന്നുള്ളതാണ്. ഇപ്പം മുരളി കുന്നുംപുറത്തിൻ്റെ കാര്യത്തിലായാലും എനിക്ക് തോന്നിയതാണ്. കാരണം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തെ കബളിപ്പിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. അതിൽ അദ്ദേഹത്തോട് അനുഭാവപൂർവമായ നിലപാട് നമ്മൾ സ്വീകരിക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രശ്നം എന്താണ്, അദ്ദേഹത്തിന് എത്ര രൂപ ഇതിന് ചിലവാകുമെന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ധാരണയില്ല. അദ്ദേഹത്തെ കബളിപ്പിക്കാവുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം തന്നെ ചെന്ന് നിന്നു കൊടുക്കുന്നു എന്നുള്ളൊരു പ്രശ്നം കൂടി അവിടെയുണ്ട്. ഈ സ്ക്രിപ്റ്റ് വർക്കാകുമോ എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ധാരണ അദ്ദേഹത്തിന് ഇല്ല എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഒരു നിർമ്മാതാവായി ഇരിക്കാൻ കഴിയുക, പ്രത്യേകിച്ച് ഈ സമയത്ത്, ഈ കാലത്ത് എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. കാരണം സ്ക്രിപ്റ്റ് എഴുതിയിട്ടില്ല, കാണാത്ത സ്ക്രിപ്റ്റിന് വേണ്ടി, എഴുതപ്പെടാത്ത സ്ക്രിപ്റ്റിന് വേണ്ടിയാണ് അദ്ദേഹം ഈ കണക്കിൽപ്പെടാത്ത അത്രയും തുക, അതായത് ആദ്യത്തെ കണക്കിൽ ഉൾപ്പെടുന്നത് 7 കോടി മുതൽ 10 കോടി വരെ എന്നൊക്കെ പറയുന്നെങ്കിൽ പിന്നെ അത് 15-20 കോടി എന്നുള്ളതും അവിടുന്ന് പിന്നെ അത് 28 കോടിയിലേക്കും, പിന്നെ ഷൂട്ട് ചെയ്യുന്ന ദിവസങ്ങളുടെ കണക്കായാലും അങ്ങനെ വല്ലാതെ നീളുന്ന ഒരു തരത്തിലേക്കുമൊക്കെ കാര്യങ്ങൾ പോകുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ കൂടി ഉത്തരവാദിത്തത്തിൽ പെടുന്ന കാര്യങ്ങളാണ് എന്നുള്ളതാണ് പ്രശ്നം. പക്ഷേ എപ്പോഴും നിർമ്മാതാക്കൾ ഈ ചലച്ചിത്ര പ്രവർത്തകരെ, മറ്റ് സാങ്കേതിക വിദഗ്ധരെ വിശ്വസിച്ചാണ് പണം മുടക്കുന്നത്. ആ കാര്യത്തിൽ ഒരു പരസ്പര വിശ്വാസത്തോടെ നീങ്ങേണ്ട ഒരു ബാധ്യത, അല്ലെങ്കിൽ ആ വിശ്വാസം കെടാതെ അവർ കബളിപ്പിക്കാതെ നീങ്ങേണ്ട ബാധ്യത ഇവർക്കുണ്ട്. സിനിമയിൽ എല്ലാ കാലത്തും പറ്റിയിരുന്ന് നടക്കാറുണ്ട്, നിരന്തരം, അതായത് എല്ലാ ദിവസവും സിനിമയിൽ ഈ പറ്റിക്കൽ നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സംഗതിയാണ്. അതേസമയം വളരെ ആത്മാർത്ഥമായി പണിയെടുത്ത് വലിയ വരുമാനം ഉണ്ടാക്കുന്ന സംഗതികളുണ്ട്. വലിയ വരുമാനം കിട്ടിയ സിനിമകളിലും ഈ തട്ടിപ്പും വെട്ടിപ്പും ആരോപിക്കപ്പെടുകയും അത് കേസാവുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. മഞ്ഞുമൽ ബോയ്സിൻ്റെയൊക്കെ കാര്യത്തിൽ ഇതേ ആരോപണങ്ങളൊക്കെ വന്ന് വലിയ ചർച്ചയാവുന്ന സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ കുറെ കൂടി സുതാര്യമായി കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സംവിധാനം ഈ സിനിമാ സംഘടനകളെല്ലാം കൂടെ ഒരുക്കണം എന്നുള്ളതാണ് അതിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. അല്ലെങ്കിൽ അതിനൊരു സർക്കാരിൻ്റെ തന്നെ ഒരു നിരീക്ഷണ സംവിധാനം ഇത്തരം കാര്യങ്ങളിൽ വേണം എന്നുള്ളതാണ്. ഇതിൻ്റെ ഈ നിബന്ധനകളും രേഖകളും കാര്യങ്ങളും ഒക്കെ കൂടി കുറെ കൂടി വൃത്തിയോടെ ആളുകൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഇവർക്ക് പരസ്പരം മനസ്സിലാക്കാവുന്ന തരത്തിൽ സുതാര്യമായി പോകുന്നതാണ് നല്ലത്. പക്ഷേ അതിനകത്തുള്ള ഒരു കുഴപ്പം എന്താണെന്നറിയോ, പലപ്പോഴും ഇതിലേക്ക് കള്ളപ്പണം ഒഴുകുന്ന സാഹചര്യമൊക്കെ ഉണ്ട് സിനിമയിലേക്ക് വല്ലാതെ. അപ്പോൾ ഈ കണക്കുകളൊന്നും വളരെ കൃത്യമായിരിക്കില്ല പലപ്പോഴും. ആ കണക്കുകൾ അങ്ങനെ കൃത്യമായി കാണിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. അപ്പോൾ ആ റിസ്ക് ഫാക്ടർ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും വളരെ കൂടുതലാണ് എന്നുള്ളത് തന്നെയാണ്. ഇത് വേണു കുന്നപ്പള്ളി ഇന്ന് ഈ വിഷയത്തിൽ കമൻറ്റ് ചെയ്തതാണ് ഞാൻ കുറച്ചുകൂടി ഗൗരവത്തിൽ കാണുന്നത്. അതായത് ഇദ്ദേഹം പറയുന്നതൊക്കെ ശരിയായിരിക്കാം. കാരണം ഞാൻ ഈ സിനിമ കണ്ട് തലയിൽ കൈവച്ചു പോയി, 28 കോടി മുടക്കിയ ഒരു സിനിമ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ തലയിൽ കൈവച്ചു പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഒന്നിലേറെ നിർമ്മാതാക്കൾക്ക് ഈ അഭിപ്രായമുണ്ട്. നിർമ്മാതാക്കളുടെ സംഘടന ഇതേ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുരളി കുന്നുംപുറത്തിന് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ശരിയല്ലാത്ത മെസ്സേജ്
പൊതുവെ മലയാള സിനിമയെക്കുറിച്ച് നൽകുന്നതാണ്. മലയാള സിനിമ വല്ലാതെ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, കത്തി നിൽക്കുന്ന ഒരു സമയത്ത് ശരിയല്ലാത്ത മെസ്സേജ് നൽകുന്ന ഒരു സംഗതിയാണ് എന്നുള്ള ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതേസമയം ഇപ്പുറത്ത് ഇപ്പോൾ ഈ അഭിലാഷ് പിള്ളയുടെ കാര്യമൊക്കെ തന്നെ എടുത്തു കഴിഞ്ഞാലും, ഇപ്പം ഞാനും ഈ ചിത്രത്തിലെപ്പോഴും അത് ചില ആളുകൾ ആ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവർ കാണും. പക്ഷേ സനീഷ് തന്നെ എന്നോട് ചോദിച്ചില്ലേ, അഭിലാഷ് പിള്ളയല്ലേ ശരിക്കും സംവിധായകൻ എന്നുള്ളത്. അതായത് അഭിലാഷ് പിള്ള സംവിധായകനേ അല്ല, അഭിലാഷ് പിള്ള തിരക്കഥാകൃത്താണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ സിനിമയിലെ സംവിധായകരെ മറികടന്ന് പോകാൻ കഴിയുന്ന ഒരു പ്രചാരണ വൈദഗ്ധ്യം അദ്ദേഹത്തിന് ഉണ്ട്. അത് നമ്മൾ കാണാറുമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അഭിലാഷ് പിള്ളയെ ആദ്യം ഓർക്കുകയും വിഷ്ണു വാർത്താ സമ്മേളനത്തിൽ വന്നിരിക്കുമ്പോൾ പോലും നമ്മൾ തിരിച്ചറിയാതെ പോവുകയും ചെയ്യുന്നതിൻ്റെ ഒരു സംഗതി അതാണ്. അദ്ദേഹം ഇതൊക്കെ ഈ പണം പറ്റിച്ചു എന്നുള്ള ആരോപണം നേരിടുമ്പോഴും അഭിലാഷ് പിള്ള നന്നായി ഈ സിനിമയുടെ, ഈ സുമതി വളവ് എന്നുള്ള സിനിമയുടെ പ്രചാരണത്തിൽ സഹായിച്ചിട്ടുണ്ട്. അത് നമ്മൾ കണ്ട. കാരണം എന്താ വെച്ചാൽ പൊളിഞ്ഞ സിനിമ എന്ന് പറയുന്നത്, പക്ഷേ വിജയാഘോഷമൊക്കെ നടത്തി, വിജയാഘോഷം നടത്തിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം വിജയാഘോഷം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് 6.5 കോടി നഷ്ടം എന്നുള്ളതിൽ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇവരെല്ലാവരും. അതാണ് നമുക്ക് മനസ്സിലാവാത്ത സംഗതി. വല്ലാത്ത ഒരു സംഗതിയാണ് മലയാളം സിനിമ എന്നുള്ളതാണ്. കാരണം വിജയാഘോഷം നടത്തിയ സിനിമ 6 കോടിക്ക് മേൽ നഷ്ടമാണെന്നുള്ളതിൽ സംവിധായകനും തിരക്കഥാകൃത്തും നിർമ്മാതാവും എല്ലാം ഒപ്പിട്ട് രേഖ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണല്ലോ അതിൻ്റെ ഒരു കൗതുകം എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് ഉണ്ണി മുകുന്ദൻ റോളാണ് ഇതിനെ കൂടുതൽ സ്പൈസി ആക്കുന്നത്. ഉണ്ണി മുകുന്ദൻ എന്നുള്ള പേര് കൂടി ഇതിലേക്ക് വരുമ്പോഴാണ് ഇത് കൂടുതൽ സ്പൈസി ആവുന്നത്. അത് ഉണ്ണി മുകുന്ദൻ്റെ കാര്യം തന്നെ എടുത്താൽ അദ്ദേഹം വലിയ വിവാദങ്ങളിൽപ്പെട്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്ന ഒരവസ്ഥ സത്യത്തിൽ മലയാള സിനിമയിൽ അദ്ദേഹത്തിൻ്റെ സ്പേസിനെ തന്നെ ഏതാണ്ട് സമ്പൂർണ്ണമായി ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് വിവാദങ്ങളിൽ അദ്ദേഹം ചെന്ന് പെട്ടിരുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, അത് വീണ്ടും നമ്മൾ തല്ലും വഴക്കും ഒക്കെ ആവുന്നു. അതിൻ്റെ ഭാഗമായി പുറത്തു വന്ന ഓഡിയോ ക്ലിപ്പുകളും മറ്റു കാര്യങ്ങളുമൊക്കെ കൂടുതൽ അദ്ദേഹത്തെ കുഴപ്പത്തിൽ കൊണ്ടുചെന്ന് ചാടിക്കുന്നതായിരുന്നു. ആ നിലയ്ക്കുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹം ഈ വിവാദം ഉണ്ടാകുന്നത്. അപ്പോൾ അഭിലാഷ് പിള്ള പറയുന്നത് ഈ വിവാദം എന്തിനാണ്, ഉണ്ണി മുകുന്ദൻ്റെ തിരിച്ചുവരവിന് വേണ്ടിയിട്ടുള്ള ഒരു വിവാദം. അതായത് ഉണ്ണി മുകുന്ദൻ ഇപ്പോൾ ഒറ്റയടിക്ക് ഡേറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ. അതായത് ഈ മുരളി ഡേറ്റ് കൊടുത്തിരിക്കുന്നു. മുരളി ആവട്ടെ ഉണ്ണി മുകുന്ദൻ സംവിധാനം ചെയ്തതാണ് മറ്റേ സിനിമ എന്നുള്ള അഭിപ്രായം പറയുന്നു. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളെല്ലാം കൂടെ സൃഷ്ടിച്ച് ഒരു PR തന്ത്രമാണ് ഇതിന് പിന്നിൽ എന്നുള്ളതാണ് അവർ ആരോപിക്കുന്ന ഒരു കാര്യം. ഒന്ന്, ഇതൊരു മാസത്തിന് മുമ്പുണ്ടായ വീഡിയോയാണ് യഥാർത്ഥത്തിൽ മുരളി കുന്നുംപുറത്തിൻ്റെ. ഏതാണ്ട് മാർച്ച് 20 എങ്ങാണ്ട്, ഒരു മാസമല്ല, ഏതാണ്ട് മാർച്ച് 20 എങ്ങാണ്ടാണ് ആദ്യം ഈ വീഡിയോ അവർ അപ്ലോഡ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ, അത് പിന്നെ ഡിലീറ്റ് ചെയ്തു. പക്ഷേ പിന്നീട് ഇത് വീണ്ടും ഒരു പ്രശ്നമായി വരികയായിരുന്നു. വലിയ പിന്തുണയൊക്കെ അതിൻ്റെ ഭാഗമായി വരുന്നു. അങ്ങനെയൊക്കെ സംഭവിച്ചു വന്നതാണ്. എന്തായാലും ആത്യന്തികമായി മലയാള സിനിമയ്ക്ക് ഇത് ഗുണം ചെയ്യുന്ന സംഗതിയല്ല. PR എന്നുള്ള ആരോപണം ഈ പലപ്പോഴും നമ്മൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്താണല്ലോ PR എന്ന് നിരന്തരം കേട്ടത്. ആ PR എന്നുള്ള ആരോപണം ഇപ്പോൾ മലയാള സിനിമയിലും വളരെ സജീവമായി ഈ വിവാദം കൊണ്ട് നമ്മൾക്ക് കേൾക്കാൻ കഴിയുന്നു ആണ്. ഇതിനകത്തല്ല നമുക്കൊരു വിഷയം കൂടിയുള്ളതുകൊണ്ട് അധികം പിന്നെ പറയാനില്ല. എന്ന് മാത്രമല്ല, എനിക്ക് ഈ സിനിമയിൽ ഈ പരിപാടികളൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഇവരെന്താണ് ഈ പറയുന്നത്. അതായത് എനിക്ക് ആകെപ്പാടെ ഈ മുരളിയുടെ വീഡിയോ വാർത്ത വന്ന് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയുണ്ടല്ലോ, അദ്ദേഹം വലിയ പോപ്പുലറായത് മറ്റേ വെള്ളം എന്ന് പറയുന്ന സിനിമയാണല്ലോ. അപ്പോൾ അതിനകത്ത് എന്താണ് ഇൻസൾട്ടാണ് മുരളി ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊരു ഡയലോഗുണ്ട്. അത് ഈ പറയുന്ന, ഞാൻ സിനിമ കണ്ടിട്ടില്ല, ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലെല്ലാം വളരെ പ്രചാരം നേടിയ ഒരു കമൻറ്റാണ്. അപ്പോൾ ഞാൻ കരുതിയത് ഇവരെല്ലാവരും അങ്ങോട്ട് കൊണ്ട് ഇൻസൾട്ട് ചെയ്യുന്നതുകൊണ്ട് ഇനിയിപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണോ എല്ലാവരും അങ്ങോട്ട് കൊണ്ട് ഇൻസൾട്ട് ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നി. അതല്ലേ ഞാൻ പറഞ്ഞത്, ഇതൊരു വർഷത്തേക്ക് ഹർഷൻ ഇപ്പോൾ PR-ൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ തമാശയായിട്ട് വിചാരിച്ചാണെങ്കിൽ സംഗതി വസ്തുവാണ്. ഇവർ അങ്ങോട്ട് കൊണ്ട് ഇൻസൾട്ട് ചെയ്യുമ്പോൾ ഇവരുടെ PR വർക്കാണത്. അപ്പോൾ ഇവർക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇവരുടെ ഉണ്ണി മൂന്നിനെ കൊണ്ട് ഗുണമാണ് കിട്ടുക. ഇവർക്കെല്ലാം അഭിലാഷ് അതാണ്. അപ്പോൾ അത് ആ അർത്ഥത്തിൽ അങ്ങോട്ട് സർക്കാസ്റ്റിക് ആയിട്ട് അതങ്ങ് സക്സസ് ആയി എന്നാണ് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ സുമതി വളവ്, മാളികപ്പുറം, ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. മാളികപ്പുറത്തിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം ഞാൻ TV-യിൽ അവിടെ കണ്ടിട്ടുണ്ട്. മാളികപ്പുറമാണല്ലോ സത്യത്തിൽ ഹിറ്റായൊരു സിനിമ. ഉണ്ണി മുകുന്ദൻ കുറേ കാലമായിട്ട് മലയാള സിനിമ ഉണ്ടെങ്കിൽ ഉണ്ണി മുകുന്ദൻ ഒരു പ്രധാനപ്പെട്ട സ്റ്റാറായിട്ട് ഉയർന്നത് മാളികപ്പുറം എന്ന സിനിമയിലാണല്ലോ. അപ്പം അദ്ദേഹത്തിന് വേറെ ഹിറ്റുകളുണ്ട്, പക്ഷേ എന്നാലും മാളികപ്പുറം അദ്ദേഹത്തിന് വേറൊരു ലെവലിൽ എത്തിച്ചു കൊടുത്തു. ആ സിനിമയുടെ പേരിൽ യഥാർത്ഥത്തിൽ ഇങ്ങനൊരു വിവാദം ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അതിന് അദ്ദേഹത്തിന് സമാജം സ്റ്റാർ എന്ന് തമാശക്കാണെങ്കിലും വിളിക്കുന്ന വിധത്തിൽ തമാശക്കാണ് വിളിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഒരു പ്രത്യേക ആൾക്കൂട്ടത്തിനിടയിൽ എന്ന് വെച്ചാൽ പെട്ടെന്നുണ്ടായി കേരളത്തിൽ വന്ന, അത് എല്ലാവരും എന്തെങ്കിലും മോശക്കാരൊന്നും അല്ല. എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് വളരെ വിനയത്തോടു കൂടിയും വളരെ ആരാധനാപൂർവ്വമൊക്കെ സിനിമ കാണുന്ന ആളുകൾക്ക് മുന്നിൽ വളരെ ഗംഭീരമായിട്ടുള്ളൊരു സ്റ്റാർഡം അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുത്തൊരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ പേരിലൊരു വിവാദം ഉണ്ടാകാൻ പാടില്ല. ഇതിപ്പോൾ വന്നിട്ട് മൂപ്പര് വിവാദം സ്റ്റാർ
ആരാണ് കേരളത്തിലെ മലയാള സിനിമയിലെന്ന് ചോദിച്ചാൽ അത് ഉണ്ണി മുകുന്ദനാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് എന്ന് മാത്രമല്ല ഈ സമാജം എന്ന് പറയുന്ന സംവിധാനത്തിനകത്ത് ഈ ഒരു സമാജത്തിൽ ഉൾപ്പെട്ടിരുന്നവരാണ് ഇവരെല്ലാവരും. അതായത് അതിൽ നിന്ന് അദ്ദേഹം അടർന്നുപോയി. അതായത് ഈ സമാജം എന്ന് പറയുന്ന സംഗതിയുടെ ലീഡറായിട്ടാണെന്ന് തോന്നുന്നു അഭിലാഷ് പിള്ളയെ നമ്മൾ കണ്ടിരുന്നത്. എന്ന് വെച്ചാൽ അതൊരു പ്രത്യേകതരം ബ്ലോക്കാണ്. ഇവർ വലിയൊരു സക്സസ് ഉണ്ടാക്കാൻ പോവുകയാണ്, ഒന്നിച്ച് നിന്നിട്ട് കുറേ സിനിമകൾ ഉണ്ടാക്കുകയാണ് എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇത് കാണുന്നത് ഇങ്ങനെയാണ്, സങ്കടകരമാണ്. ഈ പറയുന്ന ഇതിനകത്ത് ആകപ്പാടെ അദ്ദേഹം കരയുന്ന ഒരു അങ്ങനെ ഇൻസൾട്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആക്കിയിട്ട് വലിയ സക്സസ് ഒക്കെ നേടിയ ഒരു ബിസിനസ്സുകാരനായിട്ട് സിനിമയിലേക്ക് പോയിട്ട് തലവെച്ച് കൊടുത്തിട്ട് അവിടെ ഇങ്ങനെ വമ്പൻ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. അതിങ്ങനെ ഈ ഒരു കാര്യത്തിലേക്ക് വന്നിരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മളെന്തായാലും ഉണ്ണി മുകുന്ദൻ കൂടെ സംസാരിക്കുന്ന കേൾക്കുമല്ലോ, അദ്ദേഹം വന്ന് അദ്ദേഹത്തിൻ്റെ വിശദീകരണം പറയുമല്ലോ. അപ്പോൾ കുറേ കൂടെ സംഭവങ്ങൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് തോന്നുന്നു. സുമതി വളവ് പോലെ വളരെ ദുരൂഹതകൾ നിറഞ്ഞതാണ് ആ ചിത്രത്തിൻ്റെ ബജറ്റ് കണക്കുകളും. സിനിമ കാരണം തനിക്ക് കോടികളുടെ നഷ്ടമുണ്ടായെന്നും ആത്മഹത്യയുടെ വക്കിലാണ് എന്നുമുള്ള മുരളി കുന്നുംപുറത്തിൻ്റെ വാക്കുകളും ഗൗരവത്തോടെ കാണണം. 7.5 കോടി ബജറ്റാകുമെന്ന് പറഞ്ഞ സുമതി വളവിന് 22 കോടി രൂപ ചെലവായി എന്ന ആരോപണവും അന്വേഷിക്കേണ്ടതുണ്ട്. നടൻ ഉണ്ണി മുകുന്ദനാണ് മാളികപ്പുറത്തിൻ്റെ സംവിധായകൻ എന്ന മുരളി കുന്നുംപുറത്തിൻ്റെ വാദത്തിലും സത്യാവസ്ഥ പുറത്തു വരേണ്ടതുണ്ട്. സിനിമയിൽ തൻ്റെ സ്ഥാനം ഉറപ്പിക്കുന്ന സമയത്താണ് ഇത്തരം വിവാദങ്ങൾ അഭിലാഷ് പിള്ളയെ തേടി വരുന്നത് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ആരോപണങ്ങൾക്ക് ഒരു PR വർക്കിൻ്റെ ഭാഗമാണെന്നും അതിൽ ഉണ്ണി മുകുന്ദനടക്കം പങ്കുണ്ട് എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ അണിയറ പ്രവർത്തകർ ഉന്നയിച്ചതോടെ വിഷയത്തിൽ മറുപടി പറയാൻ ഉണ്ണി മുകുന്ദനും ബാധ്യത വന്നിരിക്കുകയാണ്. തൻ്റെ പേരുകൂടി വിവാദത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടതോടെ വരും ദിവസങ്ങളിൽ ഉണ്ണി മുകുന്ദൻ്റെ വിശദീകരണം കൂടി ഉണ്ടാവുമെന്നാണ് നമ്മൾ കരുതേണ്ടത്.